അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു.
വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നല്ല ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷയുടെ ആണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രിയിൽ പോകുന്നവരെ, മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകള്, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകള്, ഇന്ന് വരുന്ന റിസൾട്ടുകള്, ഇന്ന് വരുന്ന ഇമെയിലുകള്, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികള്, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങള്, നീ സംസാരിക്കുന്ന വ്യക്തികള്, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള്, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരും നീക്കുവാമേ. എൻ്റെ മക്കളെ, കർത്താവുമായിട്ട് നമുക്ക് ഒരു താൽക്കാലിക ബന്ധം അല്ലെങ്കിൽ ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല. അത് എപ്പോഴും ഓർത്തേക്കണം. എന്താ കാര്യം? ടെമ്പററി റിലേഷൻ എന്ന് പറയുമ്പോൾ ഈ താൽക്കാലികമായിട്ട് കർത്താവുമായിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നവർ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അവിടെ എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ? താൽക്കാലികമായി ഈശോനെ ഇടപെടുത്താൻ ഉദ്ദേശിക്കുന്ന റഷിങ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും വിഷയമായിരിക്കല്ലേ ഉദ്ദേശിക്കണേ? അങ്ങനെ വിഷയാധിഷ്ഠിതമായ ഒരു ബന്ധം ദൈവമായിട്ട് സാധ്യമല്ല. ദൈവമായിട്ടുള്ള ബന്ധം വ്യക്തിയധിഷ്ഠിതമായിരിക്കണം. ഇത് നമ്മോട് പറഞ്ഞു തരണത് മർക്കോസ് 1:34-38 വചനങ്ങളാണ്. മർക്കോസ് 1:34 വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. കണ്ടില്ലേ? അതായത് ഇത് സംഭവിക്കണമെന്ന് അറിയാമോ? കഫർനാവിലാണെന്ന് തോന്നണേ. കർത്താവിൻ്റെ സിനഗോഗൊക്കെ ആദ്യം കർത്താവ് പ്രസംഗിച്ച സ്ഥലമില്ലേ, അവിടെ ഞാൻ പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ പടിഞ്ഞാറവശത്താണ് പത്രോസിൻ്റെ വീട്. അതിൻ്റെ തെക്ക് വശത്താണ് കർത്താവ് കഴിഞ്ഞ ഈ പറഞ്ഞ വിഷയം ജനങ്ങളെ എല്ലാവരും ഓടിക്കൂടുന്നതും അവിടെ രോഗശാന്തി നേടുന്നതൊക്കെയില്ല. ആ സ്ഥലത്ത് ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരുടെ ബന്ധുക്കളും രോഗശാന്തി നേടിയ ആൾക്കാരും ബന്ധുക്കളും ഇളയമ്മയുടെ മക്കളും കൊച്ചാപ്പൻ്റെ മക്കളും എല്ലാം കൂടി വട്ടയും കൊട്ടിയെടുത്ത് എല്ലാം ഓടിക്കൂടുന്നുണ്ട് അവിടെ പിറ്റേ ദിവസം. അപ്പം കർത്താവിനൊട്ട് കാണുന്നില്ല. എല്ലാവരും 10 ദിവസത്തിന്
നിർബന്ധിക്കുകയാണ്, ഗുരുവിനെ വിളിക്കുക എന്ന് പറയും. 10 ദിവസം ഇവിടെ നിൽക്കപ്രതി ഇല്ലാതെ ഗുരുവിനെ തിരക്കി പോവുകയാണ്. ആ 10 ദിവസത്തിൻ്റെ കാലത്തേക്ക് പുതിയ ഇത് തുടങ്ങിയതേ ഉള്ളൂ കർത്താവിൻ്റെ പരസ്യ ജീവിതമേ. അപ്പം അവരും ഒരു ഓളത്തിലാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്ന ആവേശത്തോടെയാണ് 10 ദിവസം ഈശോനെ കണ്ടാൽ പറയണത്. പക്ഷെ ഈശോ പറഞ്ഞ് വിട്ടേക്കാൻ പറഞ്ഞു. നമുക്ക് അടുത്ത സ്ഥലത്തേക്കും പോകേണ്ടിയിരിക്കുന്നു. എന്താ കാര്യം? ഇന്നലെ രോഗശാന്തി നേടിയ ആൾക്കാരാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പം അവരുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെയാണ്. അപ്പം രോഗശാന്തി നേടുക, എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റുക മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ. അങ്ങനെ ദൈവത്തിന് വേണ്ട, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ്ട, ദൈവം പറയണത് കേൾക്കണ്ട, പറഞ്ഞനുസരിച്ച് തങ്ങളുടെ തിന്മകളിൽ നിന്ന് വിട്ടുമാറണ്ട, ദൈവത്തിൻ്റെ വചനവശം ജീവിക്കേണ്ട, ദൈവത്തിൻ്റെ ആനുകൂല്യം മാത്രം മതി എന്നുള്ള ഒരു വിഷയാധിഷ്ഠിത താൽക്കാലിക ബന്ധം ക്രിസ്തുവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് ഈ മർക്കോസിൻ്റെ, അതാ പറയണത്. മർക്കോസ് 1:38 അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. ആ ജനത്തിനെ അഡ്രസ്സ് ചെയ്യാതെ അവൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. സംഭവിക്കാതിരിക്കാനുള്ളൊരു മാർഗത്തിലേ ഉള്ളൂ കർത്താവിൻ്റെ വചനം ജീവിതത്തെ പാലിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിച്ച് ദൈവ ഇഷ്ടം നിറവേറ്റണം. അടുത്ത ദിവസം അത് കാണാം. ആൾത്താരയിൽ ഇന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനോടായിരുന്നു നന്ദി പറയുന്നു. എൻ്റെ പേര് കൃപ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. പേഴുംപാറ കത്തോലിക്ക ദേവാലയത്തിലെ അംഗമാണ്. എനിക്ക് കുറേ നാൾ മുന്നായിട്ട് തന്നെ കൃപാസനത്തിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വിശ്വാസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. 2023 ഡിഗ്രി കഴിഞ്ഞു. ഞാൻ MSc വേണ്ടി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പോകാൻ ആഗ്രഹിച്ച കോളേജിൽ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചിയുടെ കുഞ്ഞിന് രോഗസൗഖ്യം കിട്ടിയത്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ ആ സാക്ഷ്യം കേട്ടു. അപ്പോൾ നമ്മുടെ അടുത്തൊരാൾക്ക് അത്രയും അനുഗ്രഹം മാതാവിൽ നിന്ന് ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമായി. അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്നെ കോളേജിൽ നിന്ന് വിളിച്ചു, അഡ്മിഷൻ വന്നെടുക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല എങ്ങനെ ഞാൻ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് ഞാൻ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അന്ന് അഡ്മിഷൻ കോളേജ് വന്നെടുത്ത് ചങ്ങനാശ്ശേരിയിലായിരുന്നു. അഡ്മിഷൻ എടുത്തിട്ട് ഞങ്ങൾ ആ വഴി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അന്ന് തന്നെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അത് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയിരുന്നുകൊണ്ട് ഉടമ്പടി എടുക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എങ്കിലും ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ആദ്യമായിട്ട് ഈ മണ്ണിലേക്ക് കാല് കുത്തിയപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്കറിയത്തില്ല ഇതെങ്ങനെ പറയേണ്ടതെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തൊരു മാസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എന്നും എനിക്ക് കുർബാനയൊക്കെ കൂടാനായിട്ട് സാധിക്കുമായിരുന്നു. അന്നേരം ഈ പ്രാർത്ഥനകളൊക്കെ എനിക്കമ്മ പറഞ്ഞു തന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. അങ്ങനെ 2025 മാർച്ച് 3 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലം ഞാൻ ആദ്യമായിട്ട് വെച്ചൊരു ഒരു പ്രാർത്ഥന നിയോഗം എന്ന് പറയുന്നത്, ഞാൻ MSc പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, ഞാൻ MSc കെമിസ്ട്രി ആയിരുന്നു. 2025 ഞാൻ പാസ് ഔട്ട് ഇറങ്ങുന്ന ആ ഒരു വർഷം തന്നെ എനിക്ക് ജോലി ലഭിക്കണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പിന്നെ നിയോഗം വെച്ചിരുന്നു പറഞ്ഞാൽ എനിക്ക് എല്ലാ സെമ്മിനും നന്നായിട്ട് പഠിച്ച് അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ആഗ്രഹിക്കുന്നൊരു മാർക്ക് എനിക്ക് ലഭിക്കുമായിരുന്നില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ച മാതാവ്, എത്ര കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിട്ടും ഞാൻ ആഗ്രഹിച്ചൊരു മാർക്ക് എനിക്ക് ലഭിക്കുന്നില്ല. എനിക്ക് 4th സെമ്മിൽ MScയുടെ 4th സെമ്മിൽ നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ബാക്കി എല്ലാ സെമ്മിലും എനിക്ക് B ഗ്രേഡ് B+ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രം എനിക്ക് A ഗ്രേഡോടുകൂടി എനിക്ക് MSc പാസ്സാവാനായിട്ട് സാധിച്ചു. അങ്ങനെ മാതാവ് എൻ്റെ ഒരു നിയോഗം എനിക്ക് സാധിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ MSc കഴിഞ്ഞു, ജോലി വേണം. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം വെറുതെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് കൂടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് ഓർത്ത് നോക്കിയപ്പോൾ 5 പേർക്ക് മാത്രമേ ഇൻറ്റേൺഷിപ്പിന് സീറ്റുള്ളൂ. ആ 5 സീറ്റും ഫില്ലായി. ഞാൻ 6ാമത്തെ ആളായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാനൊരു വഴിയില്ല. ഞാൻ പ്രാർത്ഥിച്ച മാതാവേ,
എനിക്ക് ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മ ഒരു ജോലി തരാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കിത് കിട്ടണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് സെലക്ഷൻ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ 5 പേരിൽ ഒരാൾക്കൊരു അസൗകര്യം ഉണ്ടായിരുന്നതിനാൽ എനിക്കൂടെ അതിന് വരാനായിട്ട് സാധിച്ചു. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി. 3 മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ലിങ്ക്ഡിനിലും ഇൻഡീനിലും അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിലൂടെ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ റിജക്ഷൻ മെയിലും അല്ലെങ്കിൽ നോ റെസ്പോൺസും അല്ലാതെ മാത്രം ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞത് ചെന്നൈ അപ്പോളോ ടയേഴ്സിൽ ആറാണ്ടിയിൽ ഒരു വേക്കൻസി ഇങ്ങനെ കണ്ടു MSc കെമിസ്ട്രിക്കാർക്ക്. അപ്പോൾ ഞാനത് വെറുതെ അപ്ലൈ ചെയ്തു, റെസ്യൂമെ അയച്ചു കൊടുത്തു. കിട്ടുന്ന പ്രതീക്ഷ കാര്യങ്ങളോ ഒന്നുമില്ല, എന്താണെന്ന് അറിയത്തുമില്ല. അപ്പോൾ ഞാനത് വെറുതെ കൊടുത്തു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് എന്നെ വിളിച്ചു, ഇൻ്റർവ്യൂവിന് വേണ്ടി സെലക്ട് ആയി എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ ഓൺലൈൻ ആയിരുന്നു. അറ്റൻഡ് ചെയ്ത് നോക്കി, എന്താവുമെന്നൊന്നും അറിയത്തില്ല, വെറുതെ അറ്റൻഡ് ചെയ്ത് നോക്കി. എന്നിട്ട് ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം, അതിന് മുന്നൊരു ദിവസം ഞാൻ ഡിസംബർ 7-ാം തീയതിക്ക് മുന്നായിട്ട് എനിക്ക് ജോലി വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 5-ാം തീയതി ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നിരുന്നു. വന്നിട്ട് തിരിച്ചു പോയ വഴിക്ക് എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു, സെലക്റ്റായി, എനിക്ക് ജോലി കിട്ടി, ഡിസംബർ 17-ാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് ഉറപ്പായെന്ന് പറഞ്ഞാൽ ഡിസംബർ 17 ആ 7 മാതാവിൻ്റെ ദിവസമാണ്. അപ്പം ഞാൻ അങ്ങനെ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. എനിക്ക് അങ്ങനെ മാതാവ് എനിക്ക് ജോലി തന്നു. ഞാൻ ഡിസംബർ 17-ാം തീയതി ചെന്നൈയിൽ പോയി ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ ചെന്നൈ അപ്പോളോ ടയേഴ്സിൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയായിട്ട് ഞാൻ ജോലി ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ആഴ്ച പൊങ്കലിൻ്റെ ലീവുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ വരണമെങ്കിൽ ആ 4 ദിവസം കൊണ്ട് പറ്റത്തില്ല. ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു ഇന്നലെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്നും നാളെ 2 ദിവസം അവധി എടുത്താൽ മാത്രമേ എനിക്കൊന്ന് വന്ന് ഇവിടെ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് അവധി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവധിക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് അവധി കിട്ടി. അതുകൊണ്ടാണ് എനിക്കിതിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് ചെന്നൈയിൽ നിന്ന് വരുന്നത്, ആദ്യമായിട്ട് തിരിച്ചു വരുവാൻ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്, എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ ട്രെയിൻ നോക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ല, തൽക്കാലം കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഞാൻ സേഫായിട്ട് വരുമെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് തരാവൂ, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ബസ്സിന് വേണം വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബസ്സിന് അന്ന് ഞാൻ നോക്കുമ്പം 4000-ന് മേലെയാണ് ബസ്സിൻ്റെ പൈസ, പൊങ്കലിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബസ്സിന് വരണമെങ്കിൽ എനിക്ക് പൈസയും കുറഞ്ഞ് തന്നേ പറ്റത്തുള്ളൂ. മാതാവിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ തൽക്കാലം ട്രെയിൻ കിട്ടാഞ്ഞപ്പോൾ ഞാൻ ബസ് നോക്കിയപ്പം മാതാവ് എനിക്ക് പൈസ കുറച്ച് തന്നു. 2200 രൂപയ്ക്ക് ഞാൻ അവിടെ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് ഞാൻ വന്നത്. ഞാൻ സേഫായിട്ട് വന്നു. എനിക്കിന്നിവിടെ സാക്ഷ്യം പറയാനും സാധിച്ചു. ഒത്തിരി നന്ദിയുണ്ട് മാതാവിനോട്. അതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ MScക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു 3rd സെമ്മിൻ്റെയും 4th സെമ്മിൻ്റെയും ഒക്കെ പരീക്ഷയുടെ സമയം കറക്റ്റ് ആവുന്ന സമയത്ത് എൻ്റെ നാക്ക് പൊട്ടുമായിരുന്നു. നാക്കിൻ്റെ 2 സൈഡ്, ഒന്നെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ അപ്പർ സൈഡ് നാക്ക് പൊട്ടിയിട്ട് എനിക്ക് എഴുതി പഠിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ എനിക്ക് നാക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. നാക്കിൻ്റെ അങ്ങേയറ്റത്ത് പൊട്ടുമല്ല, ഒരു കുഞ്ഞു കുരു പോലെയാണ്. പക്ഷേ എനിക്കത് ഉമിനീരിറക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ സമയത്തും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ നാക്കിൽ വെച്ചും ഉപ്പുവെള്ളം കൊണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതെനിക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ എനിക്കത് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സമയത്ത് എനിക്കൊരു പനി വന്നു. 2-3 ആഴ്ചയോളം എനിക്ക് തൊണ്ടവേദന മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ 2 ആഴ്ചയോളം രാവിലെയും വൈകിട്ടും 2 നേരം ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൻ്റെ ഉപ്പിട്ട് ഞാൻ ഉപ്പുവെള്ളം വാങ്ങിക്കൊള്ളുമായിരുന്നു. അങ്ങനെ കൊണ്ടതിന് ഫലമായിട്ട് എനിക്കത് സുഖപ്പെട്ട് കിട്ടി. അതിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ ഉപ്പ് തീരുന്നില്ല. ഞാൻ 2 ആഴ്ചയും രാവിലെ വൈകിട്ട് ഞാൻ ആ ഉപ്പിട്ട് നല്ല എമൗണ്ട് നമുക്കറിയാം ഉപ്പുവെള്ളം കൊള്ളണമെങ്കിൽ എന്തോരം എമൗണ്ടിലെടുത്താൽ അതിനൊരു ഇത് ഉള്ളതെന്നറിയാം. അത്ര എമൗണ്ട് ഞാൻ ഉപ്പെടുത്ത് അത് ഉപയോഗിച്ചിട്ടും ആ ഒരു ഡപ്പയിൽ ഉപ്പ് തീരുന്നില്ലായിരുന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു. അപ്പം അമ്മയുടെ ആയാലും കയ്യിലൊരു ചെറിയൊരു മുഴ പോലെ വന്നപ്പോൾ ഞാനായാലും പ്രാർത്ഥിച്ച് അങ്ങനെ അതൊരു സുഖപ്പെട്ടു. പിന്നെ എൻ്റെ അപ്പൻ്റെ വിരലാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ എന്തോ മടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും തൈലം തൂത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സുഖപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കത് അയച്ചു തന്നത്. അപ്പോൾ ഞാനും അവളും മാത്രമായിരുന്നു അത് കൊടുത്ത് അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ ഞങ്ങൾ സെയിം ഡേ അറ്റൻഡ് ചെയ്തു. എനിക്ക് കിട്ടി, അവൾക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവൾ അയച്ചു തന്നു, ഞാനത് അറ്റൻഡ് ചെയ്തു, അവൾക്ക് കിട്ടിയില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ
എനിക്ക് ജോലി കിട്ടി, ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതല്ലേ, അപ്പോൾ അവൾക്കൂടെ എങ്ങനെയും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച അവളെ അവിടുന്ന് വിളിച്ചു, അവളും വന്ന് അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ അവൾക്കും ജോലി കിട്ടി. ഇത് മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ MSc പഠിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ ദിവസവും ഹോസ്റ്റലിൽ കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോകാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് MSc കഴിഞ്ഞ സമയത്തായാലും എല്ലാ ദിവസവും പോകാൻ സാധിക്കില്ലെങ്കിലും ശനിയും ഞായറാഴ്ചയും മുടക്കാതെ ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും വീട്ടിൽ മുടങ്ങാതെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരും. സ്വയമായിട്ടുള്ള പ്രാർത്ഥനയും ജപമാലയും പിന്നെ സാക്ഷ്യം ചൊവ്വാഴ്ചകളുള്ള ഉടമ്പടി ധ്യാനം പങ്കെടുക്കും. പിന്നെ പത്രം കിട്ടുന്നത് ഞാനും എൻ്റെ അമ്മയും കൂടെ കൂടിയിട്ട് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൂടി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങളുടെ അവിടെ ഒരു പ്രായമുള്ള അപ്പച്ചന്മാരുടെ ഒരു അഗതി മന്ദിരമുണ്ട്, അവിടെ പോയി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മ മാതാവിനെ തിരുക്കുമാരനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ ഉടമ്പടിയിൽ മാത്രമേ ജീവിതം. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രീഷ്മ. എൻ്റെ മക്കളാണ് എറണാകുളം ജില്ലയിലെ അങ്കമാലിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി 5/11/2022 ഉടമ്പടി എടുത്തത്. ആദ്യമായി മാതാവിൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞത്, ഞാൻ സർവേയും ബ്യൂട്ടീഷ്യനുമാണ് പഠിച്ചേക്കണേ, ഇതിൽ ഏത് തന്നാലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം എന്നാണ് മാതാവിനോട് പറഞ്ഞത്. ബ്യൂട്ടീഷ്യനാണ് തരുന്നതെങ്കിൽ 5 വർഷത്തിനുള്ളിൽ സ്വന്തമായി തുടങ്ങാനുള്ള കഴിവ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. മാതാവ് അത് 1 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് സ്വന്തമായി എനിക്ക് തന്നു. കട തുടങ്ങാനായിട്ട് 7 ലക്ഷത്തിൻ്റെ മുകളിൽ പൈസയായി. ചോദിച്ച എല്ലാവരും എനിക്ക് ചോദിച്ച പൈസ അല്ലെങ്കിൽ കൂടുതലാണ് എനിക്ക് തന്നത്. 1 വർഷത്തിനുള്ളിൽ മാതാവ് എനിക്ക് 5 ലക്ഷം രൂപ കടം വീട്ടി തന്നു. ഒരു പാർലർ ഇട്ട് കഴിഞ്ഞാൽ 6 മാസം പിടിക്കും നമുക്കൊന്ന് വർക്ക് കിട്ടാനായിട്ട്. ആദ്യത്തെ മാസം തന്നെ എനിക്ക് 75,000 രൂപയുടെ വർക്കാണ് മാതാവ് എനിക്ക് തന്നത്. ഇത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എനിക്ക് വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞില്ല. പക്ഷെ 6 മാസത്തിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് ഒരു സ്കൂട്ടി തന്നു. ഓടിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്ന് ആ വണ്ടി ഇട്ടുകൊണ്ട് ഞാൻ ഓടിപ്പോവുള്ളൂ. ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. മാതാവിൻ്റെ കൊന്ത ആ വണ്ടിയിലിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കണേ. മാതാവ് പറയും, നീ എന്തിനാ പേടിക്കണേ, ഞാനില്ലേ നിൻ്റെ കൂടെ, നീ ധൈര്യമായിട്ട് ഓടിച്ചോ. ആ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ രാത്രിയില്ല പകലില്ല എപ്പോഴും വേണമെങ്കിലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകും. ആ മാതാവിൻ്റെ ഒറ്റ ധൈര്യമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകള് സ്കൂളിലൊന്ന് നെറ്റിയിടിച്ച് വീണു. നെറ്റി പൊട്ടിയിട്ട് ഒന്നുമില്ല, പക്ഷെ അവിടെ ഇടിച്ച സ്ഥലത്ത് രക്തം ഇങ്ങനെ പൊടിഞ്ഞു വരും. അപ്പോൾ പല ഡോക്ടർമാരെയും കാണിച്ചു, അവർക്കൊന്നും മനസ്സിലാവണില്ല. അതിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. മാതാവിൻ്റെ തൈലം തേച്ചതോടെ ബ്ലഡ് വരവ് നിന്നു. പിന്നെ അത് വെള്ളം നമ്മൾ മുഖം കഴുകണ പോലെ തലേന്ന് വെള്ളം ഒഴുകുകയാണ്. അതിൻ്റെ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ ഇരിപ്പുണ്ട്, അത് കാണിച്ചു തരാം. വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഡോക്ടർമാർ എന്നെ ചീത്ത പറഞ്ഞു, നീ കൊച്ചിനെ നോക്കാത്ത കാരണമാണ്, നീ കൊച്ചിന് അങ്ങനെ മുഖം കഴുകിയിട്ടാണ് നിന്നെ പറ്റിക്കണേന്ന് പറഞ്ഞു. ആദ്യം സത്യമായിട്ട് ഞാനും അങ്ങനെ വിചാരിച്ചത്. എൻ്റെ മുമ്പിലിരുത്തിയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഓരോ തുള്ളി തലയുടെ അവിടെ നിന്ന് ഒഴുകും. മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തേച്ചതോടെ വെള്ളം വരവും ബ്ലഡ് വരവും നിന്നു. അതുപോലെ എനിക്ക് എന്നും അലർജി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ, രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ തുമ്മലായിരിക്കും. മാതാവിൻ്റെ തൈലം തേച്ചു, അതും മാറി. ഇത്രയും സൗഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ തന്നെ എനിക്ക് പറ്റുന്ന, ഇപ്പോൾ എനിക്ക് 1000 രൂപയുടെ വർക്ക് കിട്ടിയാൽ 100 രൂപ ഞാൻ മാറ്റി വയ്ക്കുന്നത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ പാവപ്പെട്ട ആർക്കെങ്കിലും ഒരു സഹായത്തിന്, ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റവർക്ക് വേണ്ടിയാണ് ഞാൻ മാറ്റി വയ്ക്കും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് കൊടുത്തു. ആ പൈസ ഞാൻ ഒന്നിനെടുക്കില്ല, അതിന് വേണ്ടി മാത്രം ഞാൻ അത് മാറ്റി വെച്ചേക്കാണ്.
അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഇതുപോലെ പിരിവുണ്ട്. പാവപ്പെട്ട കുട്ടികളെയൊക്കെ ഭക്ഷണത്തിനായാലും ഡ്രസ്സിനായാലും ഒക്കെ പള്ളിയിൽ നിന്ന് പിരിവിടും. അതിനകത്തൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ മക്കളുടെ നെറ്റിത്ത് തൈലം പൂശിയിട്ടാണ് ഞാൻ സ്കൂളിൽ വിടുക. അതുപോലെ കൊന്ത രാവിലെ 3 മണിക്ക് ചൊല്ലും. 3 മണിക്ക് എന്ന് ഞാൻ ചൊല്ലണോ അന്നൊക്കെ എനിക്കൊരു 10,000 രൂപയുടെ വർക്ക് എനിക്ക് കിട്ടും. സത്യമായിട്ട് ഞാൻ പറയണേ, എന്ന് ചൊല്ലാണ്ടിരിക്കണോ അന്ന് എനിക്ക് വർക്ക് കിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. അത് വിശ്വാസമായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ 3 മണിയുടെ കൊന്ത ഒരു എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ. 3 മണിയുടെ കൊന്ത ഞാൻ ചൊല്ലും, നല്ല വർക്ക് കിട്ടും. അത് 2 നേരം രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കും. ഇത്രയും എൻ്റെ മാതാവ് തന്ന മാതാവിനും തിരുകുമാരനും. ആദ്യമായി ഞാൻ ഈ ആൾത്താരെ കയറാൻ അവസരം തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അംബിക അശോകൻ. ഇടുക്കി ജില്ല തൊടുപുഴ കുമാരമംഗലത്തു നിന്ന് വരുന്നു. എൻ്റെ മകൾ ആതിര അശോകന് വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. അപ്പം പല ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ അർച്ചന ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കീഗോള് പോലെ ഒരു ഓപ്പറേഷൻ ചെയ്യണം, ചെയ്താലും 60% അവർ പറഞ്ഞത്. പിന്നെ ആയുർവേദം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു കൊച്ചിന് ഡിസബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു മരുന്നും ചെയ്യണ്ട, നമുക്ക് വീട്ടിൽ മരുന്നൊന്നും ചെയ്യാതെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ മരുന്ന് ചെയ്യാതെ ഇരുന്നു. കൊണ്ടുവന്ന മരുന്നെല്ലാം ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഞാൻ അവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചോളാം, എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്ന് ഹൃദയം നൊന്ത് കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത ആ മാസം തന്നെ മോള് പ്രഗ്നൻ്റായി. അമ്മ ഞങ്ങൾക്കൊരു പൊന്നുംകുടത്തിനെ തന്ന് അനുഗ്രഹിച്ചു. അതാണ് ഈ മോള്. പിന്നെ മോൾക്ക് വണ്ടി അപകടം മൂലം ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് 1 വർഷത്തോളം ഒരു ചലനമില്ലാതെ വയ്യാതെ കിടപ്പായിരുന്നു. അങ്ങനെ പയ്യാണ് നോർമലായി വന്നത്. അപ്പോൾ പ്രസവവും ബുദ്ധിമുട്ടായിരുന്നു, ഓപ്പറേഷനും റിസ്ക് ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അവസാനം ആയപ്പം എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. പ്രസവം നടക്കും, അതിനുള്ള ഒരു ശക്തി ശരിക്കും ഇല്ലായിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നട്ടലിന് പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു, തലച്ചോറിന് ക്ഷതയേറ്റ് അങ്ങനെ കുറേ നാൾ കിടന്നായതുകൊണ്ട് അതും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. 10 മാസമായി കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ചെന്ന് പെയിൻ ഉണ്ടാവാനുള്ള മരുന്നൊക്കെ ചെയ്തിട്ടും പെയിനൊന്നും ആകുന്നില്ലായിരുന്നു. 3 പേര് ഇവരുണ്ടായിരുന്നു. അതിൽ 3 പേരിൽ 2 പേർക്കും പെയിനായി ലേബർ റൂമിൽ കയറ്റി. മോളെ കയറ്റിയിട്ട് വീണ്ടും ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ മോൾക്ക് വേദനകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല, മോള് തന്നെ ശ്രമിക്കണമെന്ന് പറഞ്ഞ് കുറേ വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാനും കൊച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മോളെ വീണ്ടും ഒന്നുകൂടെ ലേബർ റൂമിൽ കയറ്റി ഇഞ്ചക്ഷൻ എടുത്തു. അപ്പം ഞാൻ അവിടെ ഒരു നടയിലിരുന്ന് മാതാവിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ കുറേ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ചെന്ന് ഇവരിരുന്ന സ്ഥലത്ത് ഇരുന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആതിരയുടെ ആരാ ഉള്ള ഇവിടെയെന്ന് ചോദിച്ച് വിളിച്ചു. അപ്പം ഞാൻ പേടിച്ചു പോയി, പൊട്ടിക്കരഞ്ഞ് ഓടി എത്തി അവിടെ. അന്നേരം ഈ കുഞ്ഞു ബേബീനെ എൻ്റെ കയ്യിലേക്ക് കൊണ്ട് തന്നു. സന്തോഷം കൊണ്ട് ഞാൻ വീണ്ടും ഉറക്കെ കരഞ്ഞു പോയി. ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമം. മാതാവിനോട് ഞാൻ ഒന്നേ പറയും, മാതാവേ, പ്രസവിക്കാനുള്ള ശക്തി എൻ്റെ മോൾക്കില്ല, പിന്നെ ഓപ്പറേഷൻ ചെയ്യാനും വയ്യ, അതുകൊണ്ട് അമ്മ മാതാവ് വേണം ആ കുഞ്ഞിനെ എടുക്കാൻ. അല്ലാതെ ഒരു രീതിയിലും നടക്കുന്ന ഒരു കേസല്ലെന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അമ്മ ഇടപെട്ട് മാതാവ് തന്നെ മാതാവിൻ്റെ ഉള്ളം കൈയിലേക്ക് ആ കുഞ്ഞിനെ ഒരു വിഷമവും കൂടാതെ കുഞ്ഞിനെ പുറത്തെടുത്തു. ഇറങ്ങി വന്നിതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത്രയും എളുപ്പമായിരുന്നു അമ്മേ പ്രസവം, ഞാനൊന്നും അറിഞ്ഞില്ല, ഈ കുഞ്ഞാവ് ഉണ്ടായത് ഒരു വിഷമം പോലും ഞാൻ അറിഞ്ഞില്ലെന്ന്.
അത്രയേറെ അനുഗ്രഹമാണ് എൻ്റെ അമ്മയും തിരുക്കുമാരനും തന്നിരിക്കുന്നത്. പിന്നെ മോൾക്ക് ഈ ചെവി കൊട്ടി അടയ്ക്കുന്ന ഒരു ഇതായിരുന്നു. ചെവി എപ്പോഴും ഇങ്ങനെ അടഞ്ഞു പോകുമായിരുന്നു, സംസാരിക്കുമ്പോഴൊക്കെ അടഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ തൈലം പുരട്ടി നന്നായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അത് മാറിക്കിട്ടി. പിന്നെ എൻ്റെ കാലിന് മുട്ടിന് താഴോട്ട് ഈ തോട്ടിൽ വെള്ളത്തിൽ പോയി നിന്ന് ഇങ്ങനെ അലർജി കൊണ്ട് ചൊറിച്ചിലായിരുന്നു. 10-14 വർഷമായിട്ട് 2 കാലും ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അത് മരുന്നുകളൊക്കെ തൂത്തിട്ടൊന്നും മാറിയില്ല. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂർണ്ണമായിട്ടും മാറി. പിന്നെ എൻ്റെ മുഖത്ത് കണ്ണിൻ്റെ താഴെയായിട്ട് വലിയൊരു ചുരുളനട്ടയുടെ ഒരു രീതിയിൽ കറുത്ത ഒരു കുരു പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കീറിക്കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. പിള്ളേർ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് എടുത്ത് കളാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പോയില്ല. പോകാതെ ഞാൻ ഉടമ്പടിയിലാണല്ലോ മാതാവേ, അമ്മയുടെ കയ്യിലുണ്ടല്ലോ മരുന്നെന്ന് വിചാരിച്ച് ഞാനത് 3 ദിവസം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് ആ തൈലം എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. 4-ാമത്തെ ദിവസം നോക്കിയപ്പം ഒരു പാട് പോലും ഇല്ലാതെ ആ കുമിള മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി ഓൺലൈനിലാണ് എടുത്തിരുന്നത്. അന്ന് തൊട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു. അന്ന് വന്ന് 10 സാക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഫ്രണ്ട്സിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുമ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. കുറച്ച് പേര് അല്ലാതെ നിത്യം പ്രാർത്ഥനയുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പത്രം വാങ്ങി കാരിക്കോട് ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കണ്ട് പ്രാർത്ഥിച്ച് പത്രം കൊടുക്കും. പിന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്തിട്ട് പോരും. അതുപോലെ തന്നെ സ്റ്റാൻഡുകളിൽ തൊടുവഴി മൂവാറ്റുവഴിയൊക്കെ പോയി സ്റ്റാൻഡുകളിൽ പത്രം കൊടുക്കാൻ പോകും. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ അർഹതപ്പെട്ടവരുടെ കയ്യിൽ മാത്രമേ ഈ പത്രം എത്താവുള്ളേ, അവർ മാതാവിനെ അറിയാനും ആഴപ്പെടാനും അവസരം കൊടുക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറേ തീരെ പാവപ്പെട്ടവർക്ക് ഡിസബിലിറ്റി ഉള്ള 1-2 പേർക്ക് നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ച് 2 വീട് പണിത് കൊടുത്തു. അവർ ഭയങ്കര സന്തോഷമായി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പേർക്കല്ലാതെ വാർക്കാനായിട്ടുള്ള സിമൻറ്റ് കമ്പി അങ്ങനെയൊക്കെ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങനെ കൊടുത്ത് സഹായിച്ചു. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ആവശ്യപ്പെട്ടാൽ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഒരു കുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ഓൺലൈനിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഫോണില്ലായിരുന്നു, പാവപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ ഒരു ഫോൺ വാങ്ങി ആ കുഞ്ഞിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് ഒരു ഫോൺ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ആ കുട്ടി ഏറ്റവും നന്നായിട്ട് ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് ഇന്ന് ആ കുട്ടി പഠിക്കുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും നേരത്തെ ബൈബിള് വായിക്കുമായിരുന്നു. ബൈബിള് തന്നെ 3 പ്രാവശ്യം മൊത്തം വായിച്ചു തീർന്നു. അതുപോലെ രാവിലെയും വൈകിട്ടും പ്രത്യക്ഷ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു. ഇപ്പം ബൈബിള് വായിക്കാൻ ഈ കുഞ്ഞുവാവയുള്ളതുകൊണ്ട് അത്ര സമയം കിട്ടുന്നില്ലെങ്കിലും എപ്പോഴും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും. നമുക്ക് എന്ത് ആപത്ത് വന്നാലും വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധിക്കും. പിന്നെ ഈ മോളും കുഞ്ഞുങ്ങോടെയും പുറവശത്ത് ഇങ്ങനെ തിണ്ണയിൽ നിന്നപ്പോൾ മറഞ്ഞടിച്ച് മുറ്റത്തേക്ക് 2 സ്റ്റെപ്പിൻ്റെ താഴത്തേക്ക് വീണു. ഒരു പോറൽ പോലും പറ്റിയില്ല. അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു, മാതാവ് ഉള്ളം കൈയിലേക്കാണ് ആ കുഞ്ഞിനെയും അമ്മയും മേടിച്ചത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പറ്റിയേനെന്ന്. അതുപോലെ എന്ത് കാര്യം പറഞ്ഞാലും മാതാവ്. പിന്നെ ഞങ്ങളുടെ മുമ്പിലും പുറകിൽ ഞാൻ എതിലെ പോയാലും ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് അങ്ങനെ ഒരു ശീലമൊന്നും എനിക്കില്ലായിരുന്നു. ആരെങ്കിലും കൂട്ടില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പില്ലാതെ ഒരു കാര്യം ചെയ്യാൻ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി പ്രാർത്ഥന എടുത്ത പിന്നെ എവിടെ പോയി എന്ത് കാര്യം ചെയ്യണമെങ്കിലും നല്ലൊരു ധൈര്യം തമ്പുരാൻ തന്നു.
പിന്നെ ഞാൻ എതിൽ പോയാലും മാതാവ് എൻ്റെ കൂടെയുണ്ട്. എന്ത് ആപത്ത് വന്നാലും മാതാവ് അവിടെ എന്നെ താങ്ങി നിർത്താറുണ്ട്. എത്രയേറെ വിഷമങ്ങൾ വന്ന് കരഞ്ഞാലും ആ കാര്യം അമ്മ മാതാവ് എനിക്കൊരിക്കലും സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബവുമായി വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോയമ്മ. ഞാൻ കൊമ്മാടിയിൽ നിന്ന് വരുന്നു. ആറാട്ടുവഴി സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോസ് കുട്ടി. ഇതെൻ്റെ മകൾ. എൻ്റെ ഇളയ മക്കളാണ് 2 പേരും, ആൽഫിയ, ആപ്നർ. 2023 ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 2011 എൻ്റെ ഹസ്ബൻഡ് നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളിരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയാണ് പറഞ്ഞത്, കലവൂര് ജോസഫ് എന്ന് പറയുന്ന ഒരച്ഛനുണ്ട്, ആ അച്ഛനെ പോയി കണ്ടാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടി ജോസഫ് അച്ഛനെ കാണാനായിട്ട് അന്വേഷിച്ച് കലവൂരെത്തി. ഇവിടെ എത്തി. ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ചോ ജോസഫ് അച്ഛനെക്കുറിച്ചോ ഒന്നും നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ പണി 2011 ഇവിടെ ഫ്രണ്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നൊരു ചേട്ടനോട് ഞങ്ങൾ ജോസഫ് അച്ഛനെ കാണാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനെ കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടൊക്കെ വരണം, അച്ഛൻ ഇവിടെയില്ല, വലിയ കലവൂര് പള്ളിയിലാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും, അവിടെ ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്ന് ഒരു റൂമിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു. അടിച്ചപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു ജോസഫ് അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അത് അച്ഛൻ തന്നെയായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് അച്ഛനോട് ഞങ്ങൾ നേവിയിൽ നിന്ന് റിട്ടയറായി ജോലിയൊന്നുമില്ലാതെ നിൽക്കുകയാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ. അങ്ങനെ ഞങ്ങളുടെ 2 ആളുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് എല്ലാം ശരിയാകും, പോയിക്കോളൂ എന്ന് പറഞ്ഞ് വിട്ടു. ആ മാസം തന്നെ ഹസ്ബൻഡിന് ജൂനിയർ എൻജിനീയറിനായിട്ട് മർച്ചൻ്റ് നേവിയിൽ ജോലി ലഭിച്ചു. അന്ന് മുതൽ മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 2020 കൊറോണ ടൈമിൽ ഹസ്ബൻഡിന് സെക്കൻഡ് എൻജിനീയറിൻ്റെ ഒരു 4 മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സ് ചെയ്തു, വീട്ടിൽ നിന്ന് ഓൺലൈൻ കോഴ്സായിരുന്നു. ആ കോഴ്സ് ചെയ്തു. അതിൻ്റെ എക്സാം ഡേറ്റ് നീണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നീണ്ടുപോയപ്പോഴേക്കും വീടിൻ്റെ ഓൾറെഡി നേവിയിലായിരുന്നപ്പോൾ നമ്മൾ ലോൺ എടുത്താണ് വീട് വാങ്ങിയിരുന്നത്. ആ സമയത്ത് നമുക്ക് മുകളിലേക്ക് റൂം എടുക്കാം. എനിക്ക് 4 മക്കളാണുള്ളത്. അപ്പം കുട്ടികൾക്ക് താമസിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റി. അങ്ങനെ ലോൺ എടുത്ത് ഞങ്ങൾ എക്സ്റ്റൻഷൻ ചെയ്തു, മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോർ എടുത്തു. അപ്പോൾ ഒരു വലിയ എമൗണ്ട് ഞങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടി വന്നു. അതിനുശേഷം ഹസ്ബൻഡ് 15 മാസത്തോളം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സ്വർണം പണയം വെച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത ബാങ്ക് ലോണും വീട്ടിലെ കാര്യങ്ങളും അതുപോലെ കുട്ടികളുടെ ഫീസ് അതൊക്കെ ഇങ്ങനെ നടന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോയി. എങ്കിലും ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പൈസ നമുക്ക് കിട്ടിയിരുന്നില്ല. ഈ ലോൺ അടയേണ്ടത് കൊണ്ട് നമ്മൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടോടെയാണ് കുറേ നാളുകൾ കടന്നു പോയത്. ഒത്തിരി വിഷമിച്ച് പോയ കുറേ കാലങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഉടമ്പടി എടുക്കണം എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആദ്യത്തെ നിയോഗം വെച്ചത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണമെന്നായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത ആദ്യ മാസം തന്നെ ഹസ്ബൻഡിന് നല്ലൊരു കമ്പനിയിലേക്ക് കയറുകയും ഉയർന്ന പേയ്മെൻറ്റ് നൽകി ജോലി ലഭിച്ചു. അധികം താമസിക്കാതെ 1 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തു, ആ ഷിപ്പിൽ ജോലി ചെയ്തു. ഉടൻ തന്നെ നെക്സ്റ്റ് മന്തായപ്പം ആ കമ്പനിയുടെ തന്നെ വേറൊരു ഷിപ്പിലേക്ക് ഹസ്ബൻഡിനെ മാറ്റി അവിടെ അതിനേക്കാളും ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യമാണ്. കുഞ്ഞിൻ്റെ 2 കൈകളുടെ മടക്കുകളിലും നിറയെ കുരുക്കൾ വന്നിട്ട് കുഞ്ഞിന് അസ്വസ്ഥതയായിരുന്നു.
ചൊറിച്ചിലും അസ്വസ്ഥതയും ഞങ്ങൾ പൊടിയും ഓയിൽമെൻറ്റൊക്കെ പുരട്ടിയെങ്കിലും അതിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മോന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മോൻ്റെ കയ്യിൽ പുരട്ടി ആദ്യത്തെ ദിവസം തന്നെ അതിൽ നല്ല കുറവ് തോന്നി. അപ്പം തന്നെ മോൻ പറഞ്ഞു, അമ്മ എന്നെ മാറി, എനിക്ക് എൻ്റെ നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു ദിവസം കൂടെ നമ്മളത് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സാധാരണ സ്കിന്ന് പോലെയായി, ഒരു പ്രശ്നവും ഇല്ലാതെ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. അതാണ് ഒരു സാക്ഷ്യം. പിന്നെ മോളുടെ സാക്ഷ്യമാണ് അത്. മോൾ കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഷൂ ഇടുമ്പോഴേക്കും മോൾക്ക് കാലിൽ ആണി രോഗമുണ്ടാവും, ഇങ്ങനെ വരുമായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഷൂ ഇട്ടുകൊണ്ട് പോകുക മോൾക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു, വേദനയാണ്. അങ്ങനെ സ്കൂളിൽ ടീച്ചേഴ്സാണേലും കുട്ടികളാണേലും ഷൂ ഇടാതെ വരുമ്പോൾ ഇങ്ങനെ തിരക്കുന്നതൊക്കെ മോൾക്ക് മാനസികമായിട്ട് ഒരുപാട് മോൾ ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാനൊരു സാക്ഷ്യം കണ്ടു. അസംബ്ലിയിൽ ഷൂ ഇട്ടുകൊണ്ട് മോൾക്ക് ക്ലാസ്സിൽ പോകുമ്പം ഷൂ ഇടുന്നില്ലെങ്കിലും മോൾ അസംബ്ലിയിൽ പ്രയർ സോങ് പാടുന്നുണ്ട്. അപ്പോൾ അതിന് കയറുന്ന ദിവസങ്ങളിൽ മോൾക്ക് ഷൂ കമ്പൽസറിയാണ്. അങ്ങനെ ഇട്ടുകൊണ്ട് പോകുമ്പോഴേക്കും മോൾക്ക് കാലിൽ വേദന ഉണ്ടാകാറുണ്ട്. അങ്ങനെ 2023 ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വട്ടം ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി. അതായത് അവരുടെ കാലിൽ ആണിരോഗം ഉണ്ടായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടി, വർഷങ്ങളായിട്ടുള്ള ആണിരോഗമാണ്. അവർ വിശുദ്ധ തിരി ഉരുക്കി ഒഴിച്ച് ആ ആണിയിലേക്ക് ഒഴിച്ചപ്പോൾ അത് അടർന്നു പോയി അവർക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള ഒരു വലിയ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് മോൾക്കും അതുപോലെ ചെയ്താൽ മാറുമെന്ന് ഞാൻ കരുതിയിട്ട് മോളുടെ കാല് ആ സമയത്ത് ശരിക്കും ഇങ്ങനെ പൊങ്ങി, ഇങ്ങനെ കണ്ടാൽ ഒരു പേടിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു സമയത്ത് കുഞ്ഞുറങ്ങുമ്പോൾ മാത്രമേ ഞാൻ തൊടാറുള്ളൂ. അങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഞാനിങ്ങനെ തിരിയൊക്കെ എടുത്തു വെച്ച് കത്തിച്ച് ഒഴിക്കാമെന്ന് കരുതിയിട്ട് എൻ്റെ മനസ്സിൽ പറ്റിയില്ല. കുഞ്ഞിന് നൊന്താലോ വേദനിച്ചാലോ എന്ന് ഞാൻ കരുതി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ കാലിൽ ഉരുക്കി ഒഴിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ എണ്ണ പുരട്ടി മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചോളാം എന്ന് കരുതി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം അവൾ ഉറങ്ങുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 3 ആഴ്ചയോളം ഞാൻ ഇങ്ങനെ ചെയ്തു. ഇടയ്ക്ക് ഇവള് അസംബ്ലിയിൽ കയറുമ്പോൾ ഷൂ ഇടുന്നത് കൊണ്ട് വീണ്ടും അത് വരും, വീണ്ടും അത് പൂർണ്ണമായിട്ടും മാറും. അങ്ങനെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ടും മാറി. പിന്നെ അത് എപ്പോഴാണ് വന്നിട്ടേ ഇല്ല. പിന്നെ അടുത്ത വർഷമായി 2 വർഷമായിട്ട് കുഞ്ഞ് ഷൂ ഉപയോഗിച്ച് തന്നെയാണ് സ്കൂളിൽ പോകുന്നത്. പിന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അത് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഹസ്ബൻഡിൻ്റെ ഒരു എക്സാം, ഒരു സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ എക്സാം പാസ്സാകുന്നതിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്, അത് ഹസ്ബൻഡ് പറയും. ഈ കൊറോണ സമയത്ത് ഞാനൊരു കോഴ്സ് ചെയ്തല്ലോ, ഈ 4 മാസം. അതിൻ്റെ റിട്ടേൺ എക്സാം ഞാൻ 2 അറ്റംപ്റ്റിലാണ് പാസ്സാകാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഇത് ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്ക് ഓറൽ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിയോഗം വെച്ചിരുന്നു വൈഫ്. അപ്പം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ പ്രാർത്ഥിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ല ഈസി ആയിരുന്നു. പക്ഷേ എനിക്ക് 3 പേപ്പർ മാത്രമേ കിട്ടിയുള്ളൂ, ഒരെണ്ണം കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എക്സാം ബുക്ക് ചെയ്തിട്ട് ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്ത് 1 മാസത്തേക്ക് ജോയിൻ ചെയ്ത്. അപ്പം കറക്റ്റ് ഡേറ്റ് ആകുമ്പോഴത്തേക്ക് എക്സാമിന് വിടാമെന്നുള്ളൊരു കണ്ടീഷനിൽ ജോയിൻ ചെയ്ത് കറക്റ്റ് ഡേറ്റ് ആയപ്പോൾ എന്നെ എക്സാമിന് വിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പം ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്തപ്പോഴും അപ്പം ഓൺലൈൻ അറ്റൻഡ് ചെയ്തപ്പം എന്നെ ഗൈഡ് ചെയ്തതിൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞൊന്നും ഇട്ടില്ലായിരുന്നു, നമ്മൾ എക്സാമിന് പോകുമ്പോഴത്തേക്ക് ടൈ ഒക്കെ കെട്ടിയാണ് ചെല്ലേണ്ടതെന്ന്. അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ എക്സാമിനർ എന്നോടൊന്നും ചോദിച്ചില്ല എന്താ ടൈ കെട്ടാത്തതെന്ന്, അവരൊന്നും ചോദിച്ചില്ല. അപ്പം ആ ഒരു ഇതിൽ തന്നെ ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും ടൈ ഒന്നും കെട്ടാതാണ് അറ്റംപ്റ്റ് ചെയ്തത്. ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ ആ അതിൽ വന്ന ഒരു എക്സാമിനർ എന്നെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത്. അത് കേട്ട് കഴിഞ്ഞപ്പം ഞാനൊരു 0 ആയി മാറി. ഞാൻ പഠിച്ചതും എല്ലാം മറന്നുപോയി, എനിക്കൊന്നും അറിയത്തില്ല. അത് എക്സാമിൽ എന്തൊക്കെ എന്നോട് ചോദിച്ചെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്തെന്നൊക്കെ പറഞ്ഞെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ എക്സാം ഒരു 1/2 മണിക്കൂർ കാണും, ഒരു 10-20 ക്വസ്റ്റ്യൻ ചോദിക്കും.
അരമണിക്കൂർ ഞാനിങ്ങനെ വെറും ബ്ലൈൻഡായിട്ട് എന്തൊക്കെയോ ആ ഒരു സമയം എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് അവർ പറയും ക്വിറ്റ് ആകാൻ പറയും, എക്സിറ്റ് ആകാൻ പറയും. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറയും. അപ്പം ആ സമയത്ത് ഈ എക്സാമിനേഴ്സ് ഡിസൈഡ് ചെയ്യും ഇവനെ പാസ്സാക്കണോ വേണ്ടതെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ 5 മിനിറ്റ് അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു പ്രതീക്ഷയൊന്നുമില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ക്വസ്റ്റ്യൻ പോലും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലെല്ലാവരും മുട്ടുമേന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഉടമ്പടിയുടെ കാശുരൂപം എൻ്റെ കയ്യിലാണ്. ഞാൻ ആ കാശുരൂപത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവേ നാണം കെടുത്തരുതെന്ന് പറഞ്ഞു. ഈ നാണം കെടുത്തരുതെന്ന് പറഞ്ഞത് ആരുടെ മുന്നിലാന്ന് ഇന്നും എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞാൻ അവർ റീജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അതിൽ. അപ്പം സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ അവർ റീജോയിനിങ് നമ്മളെ നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫെയിലാണോ അതോ പാസ്സാണോ എന്ന് അവർ പറയും. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് അവർ നെക്സ്റ്റ് ആളുടെ എക്സാമിലേക്ക് പോകത്തുള്ളൂ. പക്ഷേ എൻ്റെ കേസിൽ വന്നപ്പോഴത്തേക്ക് അവർ നെക്സ്റ്റ് ആളിൻ്റെ എക്സാം എടുത്തതാണോ നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോയിനിങ് തന്നത്. അപ്പം അവർ ജോയിനിങ് തന്നിട്ട് എന്നോട് പറഞ്ഞ് നീ പാസ്സായെന്ന് പറഞ്ഞു. അപ്പം പാസ്സായെന്ന് പറഞ്ഞപ്പം ദൈവം എന്നെ കാണിച്ചു തരുമായിരുന്നു, നിൻ്റെ കഴിവുണ്ടല്ല, ഇതൊക്കെ എൻ്റെ ദാനമാണ്. ഇങ്ങനെയൊക്കെ എന്നെ നടത്തുന്ന ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൽഫിയ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ സ്കൂളിൽ പാട്ട് കോമ്പറ്റീഷനൊക്കെ പാടാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും ഫസ്റ്റൊന്നും കിട്ടിയിട്ടില്ല. അമ്മച്ചി ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പുമൊക്കെ ആയിട്ട് ഇൻ്റർ സ്കൂൾ 10-15 സ്കൂളുള്ള സിംഗിങ് കോമ്പറ്റീഷന് പോയി. അവിടെ എനിക്ക് ഫസ്റ്റ് കിട്ടുകയും 2 വർഷം അടുപ്പിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഫൊറോനയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ അതിരൂപതയിൽ പോകാനുള്ളൊരവസരവും കിട്ടി. അതിരൂപതയിൽ എനിക്ക് 3rd കിട്ടുകയും ചെയ്തു. എൻ്റെ അനിയനും പാട്ട് പാടും. അവന് ഈ വർഷം ഫൊറോനയിൽ ഫസ്റ്റ് കിട്ടുകയും അതിരൂപതയിൽ 2nd കിട്ടുകയും ചെയ്തു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3ൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു. 1000 കുട്ടികളിൽ നിന്നും 37 പേര് വരെയുള്ളതിനകത്ത് ഞാൻ സെലക്റ്റായി. ഇപ്പോൾ ഞാൻ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3ലെ ഒരു കണ്ടസ്റ്റൻ്റാണ്. ഇനിയും ഈശോയും പരിശുദ്ധമ്മയും എനിക്ക് 1000 അനുഗ്രഹം തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്നോട് ആര് സഹായം ചോദിച്ചാലും കഴിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ പാവപ്പെട്ടവർക്ക് തുണി ഒക്കെ ചോദിച്ചു വരുന്നവർക്ക് തുണികൾ നൽകാറുണ്ട്. ശാന്തി ഭവനിൽ നമ്മൾ വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ ഡിസംബർ 11 എൻ്റെയും മോൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ഞങ്ങൾ അവരോടൊപ്പം കേക്ക് കട്ട് ചെയ്യുകയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഹസ്ബൻഡ് നാട്ടിലുള്ള സമയത്ത് നമ്മളിവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങുകയും ദൂരെ ഓരോ സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പരിചയമില്ലാത്ത ഓരോ സ്ഥലങ്ങളിൽ പോയി ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അടുത്തുള്ള അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ഞാൻ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം എല്ലാം ഓൺലൈനായിട്ട് കൂടാറുണ്ട്. സാക്ഷ്യങ്ങൾ ഡെയിലി പണ്ടൊന്നും ഞാനൊന്നും അങ്ങനെ അധികം കേൾക്കില്ലായിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് 6-7 സാക്ഷ്യങ്ങളൊക്കെ വെച്ച് ചെയ്യും. അതുപോലെ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും, അല്ലെ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, അതുപോലെ മനസ്താവ പ്രകരണം, അങ്ങനെ എപ്പോഴും എന്തെങ്കിലും പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ഓരോ പണികൾ വീട്ടിലൊറ്റയ്ക്കാകുമ്പോൾ ചെയ്യുന്ന പണികളിലെല്ലാം പ്രാർത്ഥനകൾ ചെയ്യാനായിട്ടൊക്കെ ഉള്ള അനുഗ്രഹം കിട്ടിയത് പ്രാർത്ഥനയോടുകൂടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഉള്ളിൽ വരുന്നത്. അങ്ങനെ ഒരവസരം ഉണ്ടായത് തന്നെ ഈ ഉടമ്പടിയിലായതുകൊണ്ട് മാത്രമാണ്. അതുപോലെ ബൈബിൾ വായന രാവിലെയും ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ രാവിലെ വൈകിട്ടും കറക്റ്റായിട്ട് വായിക്കുമായിരുന്നു. ഇടയ്ക്ക് ഉടമ്പടിയിൽ ഉഴപ്പി
ബൈബിൾ വായന ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് കുറവ് നികത്താൻ വേണ്ടി വായിക്കും. അല്ലെങ്കിൽ ഞാൻ ഓഡിയോ പണി ചെയ്യുന്ന സമയത്ത് ഓഡിയോ ഇടും, ബൈബിൾ ഉറക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ പണികൾ ചെയ്യും. അങ്ങനെയൊക്കെ എപ്പോഴും ദൈവവചനം കേൾക്കുക, അങ്ങനെ കൂടുതൽ സമയം ഞാൻ കണ്ടെത്താൻ തുടങ്ങിയത് ഉടമ്പടിയിലായതിനു ശേഷമാണ്. അങ്ങനെ ആത്മീയമായിട്ട് ഉയർന്നത് ഈ ഉടമ്പടി ജീവിതത്തിലാണ്. ഇനിയും അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതിലും കൂടുതൽ മാതാവിലും ഈശോയിലും ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇനിയും തമ്പുരാന് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഐശ്വര്യ ടി.എസ്. ഞങ്ങൾ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ഓമനപ്പുഴയിൽ നിന്നാണ്. എൻ്റെ അമ്മയ്ക്ക് പകരമാണ് ഞാനിന്നിവിടെ സാക്ഷ്യം പറയുന്നത്. ആദ്യമായി 2023 ഡിസംബർ 23 എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്നത്. ചെറിയ കടങ്ങളുള്ളത് കൊണ്ടായിരുന്നു ഞങ്ങൾ ആ സമയത്ത് ഉടമ്പടി എടുത്തിരുന്നത്. 1 വർഷം വരെ ഉടമ്പടി നല്ലോണം ഞങ്ങൾ കൊണ്ടുപോവുകയും ഞങ്ങളുടെ കടങ്ങളും ബാധ്യതകളും മാറി വരികയും ചെയ്തിരുന്ന സമയം 2025 ഡിസംബർ ആയപ്പോഴാണ് എൻ്റെ പപ്പാക്ക് ഒരു പനി വരികയും പനി വന്നിട്ട് പനി ഒട്ടും വിട്ടുമാറാതാവുകയും ചെയ്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് മേടിച്ച് കഴിച്ചിട്ടും പനി ഒട്ടും വിട്ടുമാറാത്ത അവസ്ഥയായിട്ട് ഞങ്ങൾ ആലപ്പുഴയിലുള്ള ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് മേടിക്കുകയും ഡോക്ടറിനെ കാണുകയും ചെയ്തിരുന്നു. ഡോക്ടറിനെ കണ്ടപ്പോൾ ആ സമയത്ത് പപ്പയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിരുന്നത് പപ്പാക്ക് ഡെങ്കിപ്പനിയോ എലിപ്പനിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്, വേഗം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകണം, വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേന്ന് തന്നെ വണ്ടാനത്ത് പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് അഡ്മിറ്റ് ആകണം, ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ആയപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. റിസൾട്ടിൽ പറഞ്ഞിരുന്നത് ഡെങ്കിപ്പനിയും എലിപ്പനിയൊന്നും ഇല്ല, പക്ഷേ ക്യാൻസറിൻ്റെ ഒരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, വേഗം തന്നെ കോട്ടയത്ത് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ കോട്ടയത്തോട്ട് പോയപ്പോഴത്തേക്കും അവർ ഞങ്ങളുടെ പറഞ്ഞത് 90% സെബാസ്റ്റ്യന് ബോഡിയിൽ എല്ലായിടത്തും ആയിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വേഗം തന്നെ തിരുവനന്തപുരം RCC പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നത്തെ ദിവസം വീട്ടിൽ വന്നു. പിറ്റേന്ന് അമ്മ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകണം. കൃപാസനത്തിൽ പോയി മാതാവിൻ്റെ അടുക്കെ പ്രാർത്ഥിച്ചു, അച്ഛനെയും കണ്ടിട്ട് വേണം, അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും മേടിച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് ഇവിടെ വന്നു, പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും മേടിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൽ അച്ഛൻ പറഞ്ഞ് കുരിശ് നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും നെറ്റിയിലും ചെവിയുടെ ഇരുവശങ്ങളിലും തൈലം പൂശുകയും ചെയ്തിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞത് നിനക്കൊരു കുഴപ്പവുമില്ല, നിനക്കൊന്നും സംഭവിക്കത്തില്ല, ധൈര്യമായി നീ പൊക്കോളാൻ പറഞ്ഞു. ആ നിമിഷം തൊട്ട് ഞങ്ങളുടെ ഉള്ളിനുള്ളിൽ വളരെയധികം ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായി. ഞങ്ങളുടെ അപ്പനെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ ഉണരുകയും ഞങ്ങൾ പിറ്റേന്ന് തന്നെ തിരുവനന്തപുരം RCC പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങളുടെ പപ്പയുടെ ബോൺമാരെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു 3 ദിവസം സമയമെടുക്കും, അതുവരെ നിങ്ങൾ പുറത്ത് റൂമെടുത്ത് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് റൂമെടുത്ത് നിന്നു. 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും RCCന്ന് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു വേഗം ഹോസ്പിറ്റലിലോട്ട് വരണം, ബെഡ് ആയിട്ടുണ്ട്, നിങ്ങൾ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ RCCയിൽ പോയി പപ്പേനെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഡോക്ടർ അമ്മേനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഡോക്ടറിൻ്റെ റൂമിലോട്ട് വരാൻ പറഞ്ഞു. അപ്പം തന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ അടുക്കെ പറഞ്ഞു എൻ്റെ പരിശുദ്ധ അമ്മ മാതാവേ, ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടിയിലിരിക്കുന്നവരാണ്, ഞങ്ങളെ ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ പപ്പായ്ക്ക് ഒരു കുഴപ്പവും കൂടാതെ പഴയ പോലെ തന്നെ ഞങ്ങളുടെ പപ്പേനെ ഞങ്ങൾക്ക് തിരിച്ച് നൽകണമേ. അങ്ങനെ നൽകുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന്, കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയാമെന്ന് മാതാവിൻ്റെ അടുക്കെ നേർന്നിട്ടാണ് എൻ്റെ അമ്മ ഡോക്ടറിനെ കാണാൻ വേണ്ടി റൂമിൽ കയറുന്നത്. ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് റൂമിൽ കയറി. ഡോക്ടർ അപ്പം തന്നെ അമ്മയുടെ പറഞ്ഞു കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പം അമ്മ ആ ഒരു ടെൻഷൻ്റെ പുറത്ത് അമ്മ പറഞ്ഞു ഇല്ല വേണ്ട ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അമ്മേനെ നോക്കി ചിരിച്ചിട്ട് അമ്മയുടെ പറഞ്ഞു സെബാസ്റ്റ്യന് 90% ബോഡിയിൽ എവിടെയും ആയിപ്പോയിട്ടില്ല, നമുക്കത് ചികിത്സിച്ച് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. 5 കീമോ ഉണ്ട്, 5 കീമോയും നമുക്ക് എടുക്കണം, ചെറിയൊരു വേരിയേഷൻ മാത്രമേ ബോഡിയിൽ കാണുന്നുള്ളൂ, നമുക്കത് ചികിത്സിച്ചാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ പറഞ്ഞു. അന്ന് തന്നെ എൻ്റെ അമ്മ അങ്ങനെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ പപ്പാക്ക് കൊടുക്കുമായിരുന്നു. ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഉപ്പ് വെള്ളത്തിൽ കലർത്തി എൻ്റെ പപ്പാക്ക് കുടിക്കാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു. അതിൻ്റെ ഫലമായി 5 ഉടമ്പടിയും ഞങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ
തുടർന്ന് കൊണ്ടുപോകാൻ പറ്റി. പപ്പേനെ ഞങ്ങൾക്ക് വളരെയധികം സൗഖ്യത്തോടെ തിരിച്ചു നൽകുകയും പൂർണ്ണ ആരോഗ്യവനായി ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ അമ്മ പത്രം വാങ്ങി ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും കൊടുക്കുകയും RCCയിൽ ഇതുപോലെ അസുഖമായി കിടക്കുന്ന എല്ലാവർക്കും പത്രം വിതരണം ചെയ്യുകയും കൃപാസനത്തിനെ പറ്റിയും കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങളെ പറ്റിയും അവിടെയുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കുകയും അവിടെയുള്ളവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും രോഗം സൗഖ്യമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ഉണ്ടായി. കാരുണ്യ പ്രവർത്തികൾ പാവപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം ഞങ്ങൾ സഹായങ്ങൾ ചെയ്തിരുന്നു. അവിടെ പാവപ്പെട്ടവരായി കിടക്കുന്ന അസുഖങ്ങളായി കിടക്കുന്നവരെ ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കുകയും അവരെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം ഞങ്ങൾ സഹായിക്കുകയും ചെയ്തിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ രോഗം എന്നിൽ നിന്ന് മാറ്റി തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ കുടുംബത്തിന് 1000 നന്ദി. ജീവിതകാലം മുഴുവനും ഞാൻ ഇല്ലെന്ന് പോകുന്ന ഭൂമിയിൽ പരിഗണന തിരിച്ചു പോയതാണ്. എനിക്ക് തിരിച്ചു കിട്ടിയ എൻ്റെ അനുഗ്രഹം എൻ്റെ അമ്മ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി.